ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാൻസിൻ്റെ ഹിസ്റ്ററി. പാൻസ് വന്നിട്ട് ഇട്ടിട്ട് വരില്ലേ ആൾക്കാർ. പാൻസ് ഇട്ടിട്ട് വരുമ്പോൾ എല്ലാവരും പറയും ഓ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ, സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ. ലേഡീസ് പാൻസ് ഇട്ട് വന്നാലും ജെൻസ് പാൻസ് ഇട്ട് വന്നാലും ഇത് കേൾക്കാം അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് സാരിയൊക്കെ എടുക്കുമ്പോൾ അപരിഷ്കൃതർ എന്ന് പറയുന്നത്? സാരി എത്രയോ പഴയ കാലത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ടൈമിൽ മുതൽ സാരി ഉള്ളതാണ് അല്ലേ. അതുപോലും ആൾക്കാർ കൺസിഡർ ചെയ്യാണ്ടാണ് സാരി ഒരു അൺസിവിലൈസ്ഡ് ജനതയുടെ ഡ്രസ്സാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കും കേട്ടോ, എപ്പോഴും ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഇതിലെല്ലാം മിക്കവാറും തന്നെ സാരീസ് ഇടാറുണ്ട്. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് വൈ ഐ ഡിഡ്ന്റ് ഡെയർ ടു വെയർ സാരീസ് ആൻഡ് ഗോ ടു US ഒക്കെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, സാരി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉടുപ്പുകളൊക്കെ ഇടണമെങ്കിൽ പിന്നെ ഈ ബ്ലൗസ് നമുക്ക് ഇടാൻ പറ്റില്ല. ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ തയ്ച്ച ബ്ലൗസ് ഇടുമ്പോഴാണല്ലോ ഈ സാരിക്ക് അതിൻ്റേതായ ഒരു ഭംഗി വരുന്നത്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഷർട്ട്, പാൻറ്റ്, സ്വെറ്ററൊക്കെ ഇടാൻ ശ്രമിക്കുന്നത്. ഇപ്പം സ്വെറ്ററിൻ്റെ കൂടെ സാരി ഇടുന്ന ഒരു അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ സാരി ആണെങ്കിൽ ഒരു ബ്ലാക്ക് സ്വെറ്റർ ഇങ്ങനത്തെ ഇട്ടിട്ട് ഐ ക്യാൻ ട്രാവൽ. അപ്പം അതൊക്കെ കൂടുതൽ പുരോഗമനം വസ്ത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു തേർമൽ വെയർ വാങ്ങിച്ചിടാം അല്ലേ, അത്ര തണുപ്പുള്ള രാജ്യത്തേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അത്രയൊക്കെ നമ്മൾ ചിന്തിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ തന്നെ ഡ്രസ്സിനെ നമുക്ക് കൂടുതൽ ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൂടാ അല്ലേ? സാരി തന്നെ ഉടുത്തിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ സാരി തന്നെ ഉടുത്തിട്ട് മറ്റുള്ള കാര്യം ഇങ്ങനെ എന്താ പറയണേ, ഏതെങ്കിലും സിമ്പോസിയത്തിലൊക്കെ പങ്കെടുക്കുക നന്നായിരിക്കില്ലേ? ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, ഫോറിൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ അതൊരിത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇംഗ്ലീഷ് മൂവി നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചില്ലേ, അതിലുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചു. സോ ഓക്കെ, അപ്പോൾ ട്രൗസേഴ്സിൻ്റെ കാര്യം പറയാനാണ് ഞാൻ വന്നത്. പാൻസ് അപ്പോൾ പണ്ട് ഏതോ ഒരു ചൈനയിലെ ഏതോ ഒരു സ്ഥലത്താണ് ഇത് ആദ്യമായിട്ട് കണ്ടത്, ഇങ്ങനൊരു വസ്ത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് അനുസരിച്ച് അത് കണ്ടുപിടിച്ചതിന് ശേഷം ദേ മേഡ് ഇറ്റ് എ ട്രേഡ്. അപ്പോൾ അവർ പിന്നെ മിടുക്കന്മാരാണല്ലോ ബിസിനസ്സിൽ. അങ്ങനെ അത് മിഡീവിയൽ യൂറോപ്പിലേക്കും അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി ഇറ്റാലിയാണല്ലോ ഫാഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് പല രൂപത്തിലുള്ള പാൻസിൻ്റെ മോഡലുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇന്ത്യയിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊണ്ടുവന്നു അല്ലേ. അങ്ങനെയാണ് നമ്മളത് അഡോപ്റ്റ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ജീൻസ് വരാൻ തുടങ്ങിയല്ലേ. ഇപ്പം എല്ലാവരും ജീൻസ് ഇടും. ആണുങ്ങളും പെണ്ണുങ്ങളും പെൺകുട്ടികളും ആൺകുട്ടികളും വയസ്സായവരും എല്ലാവരും ജീൻസ് ഇടും. എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ കൗബോയ് സിനിമകളിലാണ് അധികവും നമ്മളത് കാണുക. അത് ഈ ലേബറേഴ്സിനെയൊക്കെ നല്ല കട്ടിയുള്ള, പണ്ട് അമേരിക്കയിൽ ഈ ലേബർ ജോലികൾ ചെയ്യുന്ന ആളല്ലേ, ലേബർ ഇൻ ദ സെൻസ് മെക്കാനിക്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ അത് തന്നെയാണ് അവരുടെ തൊഴിൽ വസ്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കട്ടിയുള്ള തുണിയുള്ളത് കാരണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ഓരോ മോട്ടിവേഷനും അതും ഇതൊക്കെ പറയുന്ന കാരണം ഞാൻ വിചാരിച്ചു വ്യത്യസ്തമായിട്ട് വസ്ത്രധാരണത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു കേസാണ് എനിക്കിത് പറയാനായിട്ട് നിങ്ങളുടെ അടുത്ത് ഒന്ന് പറയണമെന്ന് തോന്നിയത്. ആ കേസ് എന്താണെന്നറിയോ? വസ്ത്രധാരണം കൊണ്ട് തന്നെ ഒരു സുപ്രീം കോർട്ട് ഓഫ് സെസേഷൻ എന്നാണെന്ന് തോന്നുന്നു, സം പ്ലേസ് ഓക്കെ ഇൻ അമേരിക്ക. അവിടെ വെച്ചിട്ട് ഒരു റേപ്പ് കേസ് നടക്കുകയുണ്ടായി. ഒരു പെൺകുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തു. അതിൻ്റെ ട്രയലൊക്കെ നടന്ന് ലാസ്റ്റ് വന്നപ്പോൾ ഡിഫൻസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന ആളെന്താ പറഞ്ഞതെന്നറിയോ? ഈ വസ്ത്രം നോക്കൂ, അപ്പോൾ ആ കുട്ടി ജീൻസാണ് ഇട്ടിരുന്നത്, അതൊക്കെ ഹാജരാക്കണമല്ലോ അവിടെ. ഇത് ഇങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് തയ്ച്ച പോലെ ടൈറ്റായിട്ട് ഇങ്ങനെ വലിച്ചു കയറുന്ന ജീൻസില്ലേ, അത് ആ ജീൻസ് ഒരാളുടെ ഹെൽപ്പില്ലാതെ ഈ കുട്ടിക്ക് ഊരാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാൾക്ക് ആ മനുഷ്യന് ഇത് തന്നെ ഊരാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഈ കുട്ടി കിടക്കുകയാണെങ്കിൽ അത് വലിച്ചൂരാൻ പ്രയാസമായിരിക്കും എന്നാണ് ആ കൗൺസിൽ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? അത് റേപ്പല്ല, ഈ കുട്ടിയുടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു. സോ ദർ വാസ് സം കൈൻഡ് ഓഫ് ഒരു ഇഷ്ടം ഈ കുട്ടി കാണിച്ചിട്ടുണ്ട് ആ ആക്ടിനോട്. അപ്പോൾ അത് റേപ്പ് അല്ലാണ്ട് മാറിയെന്ന് ആലോചിച്ച് നോക്കി.
അല്ലേ? എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം അതിലൊരു കീറലുമില്ല. അത് വല്ല എടുത്ത് കീറാനും പറ്റുന്ന സാധനമല്ലല്ലോ. കത്രികയൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ റേപ്പ് ചെയ്യുന്നിടത്തേക്ക്. അങ്ങനെ ആദ്യത്തെ സ്ഥലത്ത് ആ കേസ് തോറ്റുപോയി. ഈ പെൺകുട്ടി തോറ്റുപോയി. ഇയാൾ ജയിക്കുകയുണ്ടായിന്ന്. അപ്പോൾ വസ്ത്രധാരണം എങ്ങനെ ഉണ്ട്, മനസ്സിലായ? ആ വസ്ത്രം കൂടെ നമ്മളുടെ നമുക്ക് ശരിക്കും കിട്ടേണ്ട നീതി കിട്ടേണ്ടതുപോലെ നിഷേധിക്കപ്പെട്ടു. അതിന് പിന്നെ അമേരിക്കയിൽ ഭയങ്കര ഫെറോയൊക്കെ ഉണ്ടായി, അതേ പറ്റിയിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായി. എല്ലാവരും തെരുവുകളിലേക്ക് ഇറങ്ങി ജീൻസൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഒന്നുകൂടി അതിൻ്റെ റിവൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് തോറ്റുപോയത് മാറ്റി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് ജീൻസിനെ പറ്റി വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കേസുകൾ ഇടയ്ക്ക് പറയുന്നത് നല്ലതല്ലേ, നമ്മൾ കുറച്ച് നിയമമൊക്കെ അറിയണ്ടേ. അപ്പോൾ വസ്ത്രധാരണത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ സാരി പറയണ ഭയങ്കര സഭ്യമായ വസ്ത്രമാണ് അല്ലേ. ഞാനത് മര്യാദയ്ക്ക് ഉടുത്തു കഴിഞ്ഞാൽ ഇത് അസഭ്യമായിട്ടും ഉടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ പല വിധത്തിലുള്ള ഡ്രേപ്പിംഗ് ടെക്നിക്സ് അല്ലേ, പെൺകുട്ടികളിൽ നിന്നിട്ട് ചെയ്യുന്നത് പല രീതിയിലും പല ഇന്നോവേഷൻസ്. ഓക്കെ, അതൊരു ആർട്ടിസ്ട്രി വർക്കായിട്ട് എടുക്കാം നമുക്ക്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ചാരുതയാണ് അത്. എങ്ങനെയാണ് ഈ ഒരു ഇത്ര 6 മീറ്റർ തുണി എങ്ങനെയൊക്കെ ധരിക്കാം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അത് നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിത് സഭ്യമായിട്ട് തോന്നിയിരിക്കാം. പക്ഷേ ചില ആളുകൾക്ക് ഞാൻ സാരി ഇട്ടിട്ട് വരുമ്പോഴും അവർ ചോദിക്കുന്നത് വേറെ കാര്യങ്ങളായിരിക്കാം. യു ഹാവ് വണ്ടർഫുൾ മിഡ് റിബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കുള്ള സ്ഥലം, അങ്ങനെ പറഞ്ഞേക്കാം അവർ. എന്താ നമ്മളത് കാണിച്ചിട്ടാണ് നടക്കുക. യൂറോപ്യൻസിന് അത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മളുടെ വയറ് കാണിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. യൂറോപ്യൻ അങ്ങോട്ട് അവരതാ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് പാർട്ട്. അവർക്ക് ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ഈ ഭാഗം, പിന്നെ നമ്മുടെ കാല് തൈസൊക്കെ നമ്മൾ മുട്ടിന് താഴെ വരെയുള്ളതാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. അവർക്ക് അങ്ങനെയില്ല. അവരുടെ കാലുകൾ കാണുന്നതും അവരുടെ ഈ ബസ്റ്റ് ഭാഗം കാണുന്നതൊന്നും അവർക്ക് അത്രയും അത് മോശമായിട്ട് തോന്നാറില്ല. അപ്പം കൾച്ചറൽ ഡിഫറൻസസ് അനുസരിച്ചാണ് വസ്ത്രധാരണത്തിൻ്റെ രീതികൾ പോകുന്നത് അല്ലേ. സോ ഇതിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം ഇതാണെങ്കിൽ എനിക്കിതാണ് ചേരുന്നത്, എനിക്കിതാണ് കംഫർട്ടബിൾ എങ്കിൽ ഞാൻ ഇത് തന്നെ ധരിച്ചാൽ മതി, ഞാൻ മാറണമെന്നില്ല. പക്ഷേ കാലാവസ്ഥയുടെ എന്താ പറയണേ, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് തടുത്ത് നിൽക്കണമല്ലോ, എന്താ പറയണേ, ചെറുത്ത് നിൽക്കണമല്ലോ കാലാവസ്ഥയെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വസ്ത്രങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഈ ജീൻസും ടോപ്പും ഒക്കെ. അപ്പോൾ അതൊരു പരിഷ്കാരി എന്നുള്ളൊരു പേര് വരും അല്ലേ. എൻ്റെ അച്ഛന് ഇപ്പോഴും ഇഷ്ടമല്ല അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഞങ്ങൾ ഇടുന്നത്. ഞാൻ ഇടുന്നതെന്ന് അച്ഛന് അത്ര താല്പര്യമില്ല. പക്ഷേ അതിടാതെ എനിക്ക് വയ്യതാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ റേസിസം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഉണ്ട്. ആ വേർഡ് നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, റേസിസം. നിങ്ങൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ വസ്ത്രധാരണത്തെ പറ്റിയും നമ്മുടെ സ്കിൻ കളറിനെ പറ്റിയും നമ്മൾ നോക്കിയിട്ട് പുച്ഛത്തോടെ ഇവർ ഇന്ത്യൻസ് ആണോ അങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഇവിടെ പുറത്ത് വന്ന് താമസിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുറത്തേക്ക് വരുമ്പോഴേ നമുക്ക് ചെറുക്കാനുള്ള കപ്പാസിറ്റി കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചെറുത്ത് നിന്നിരിക്കും. 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്താണെന്നറിയോ? ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമുക്കൊരു വിലയുണ്ട്. നമ്മൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിട്ട് ഇഫ് യു ആർ കമ്മിങ് ടു അനദർ കൺട്രി, ഇവിടെ വന്നിട്ട് നമ്മൾ ഈ രാജ്യത്തിലെ നിയമം നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ രാജ്യത്തുള്ള നിയമങ്ങൾ ചിലത് നമുക്ക് നല്ലതായിരിക്കില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, അബുദാബിയിലേക്ക് വരുന്നവരില്ലേ, ഇപ്പോൾ സ്ത്രീകളെ നോക്കുക, ബംഗ്ലാദേശീസും പാകിസ്ഥാനീസും ഒക്കെ, പിന്നെ കുറേ അങ്ങനത്തെ ആണുങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ സ്ത്രീകളെ ഒരു വല്ലാണ്ടൊക്കെ നോക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെ കേട്ടോ. ആ സ്ത്രീ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ എന്നെ മോശമായ രീതിയിൽ നോക്കി എന്നൊരു സ്ത്രീ പറഞ്ഞാൽ. പക്ഷേ അതിന് വേറെ ഒരു വശമുണ്ട്. ഈ പറയുന്ന സ്ത്രീ നല്ല സഭ്യമായിട്ട് ഡ്രസ്സ് ചെയ്തവളായിരിക്കണം, നല്ലപോലെ കുടുംബത്തിൽ ജീവിക്കുന്നവളായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും വേറെ രീതിയിൽ ആ ലേഡി തന്നെ ഒരു മോശം വസ്ത്രധാരണ ഈ ഭാഗമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ മൊത്തം എല്ലാം കാണിച്ചിട്ട് നടന്നിട്ട് പോയി എന്നെ സ്റ്റെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ആ സ്ത്രീനെയും കൂടി ബുക്ക് ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഒരാൾ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് വെറുതെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല.
രണ്ടുപേർക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ഇത് അറബിയിലാണ് ഒന്നാമത് എഴുതി വെക്കുന്നത്. എന്താ എഴുതി വെക്കുന്നതെന്ന് അറിയില്ല, പിന്നെയാണ് മനസ്സിലാവുള്ളൂ കോടതിയും കേസുമായിട്ട് നടക്കുമ്പോൾ. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ മൂലമായിരിക്കണം പോലീസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം ഇവർ അത്ര അങ്ങനെ അവർക്ക് അത്രയും അവർ ചോദിക്കും എന്തായിട്ട്, അവർ ചിലപ്പോൾ കാണുമല്ലോ നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെന്ന്, അപ്പോൾ അവർ ഉടനെ തന്നെ അങ്ങനത്തെ ഇത് ബുക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ ചിലപ്പോൾ സാരി ഇട്ടിട്ട് ചെല്ലുമ്പോൾ അവർക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ എൻ്റെ സാരിയാണ് പ്രശ്നം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ബിക്കോസ് ഐ എം ഷോയിങ് എൻ്റെ ഈ സൈഡ് ആ സൈഡൊക്കെ കണ്ടു, അങ്ങനെ വരാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പക്ഷേ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഇവിടെ സഭ്യമെന്ന് തോന്നുന്ന ഡ്രസ്സ് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് രാജ്യക്കാർക്ക് സഭ്യമാണെന്ന് തോന്നൂല. അവർക്ക് തോന്നിയേക്കാം, അവർക്കും തോന്നും വാട്ട് എ കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് ഡ്രസ്സ് എന്ന് തോന്നിയേക്കാം അല്ലേ. ഇപ്പോൾ ഇവിടെ അവർ മിനി സ്കേർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ എന്ന് നോക്കുന്നത് കണ്ടിട്ടില്ലേ ആൾക്കാർ, ഈവൻ സ്ത്രീകളും നോക്കും. നമ്മൾ ഫോട്ടോ കൊച്ചിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം, ദേ വിൽ ബി ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും നോക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ മറച്ചു വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മളുടെ അവകാശവുമാണ്. നിങ്ങൾക്ക് ഇനി കേൾക്കുന്ന ആൾക്കാർ പലരും പറയും ചേച്ചി അത് അവരുടെ അവകാശമല്ലേ. ഓഫ് കോഴ്സ് അവരുടെ അവകാശമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്ന് ഭവിക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങൾക്ക് ആളുകൾ ഇങ്ങനത്തെ മറുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ലാതായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റേ എവേ ഫ്രം ദിസ് നെഗറ്റിവിറ്റി. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ച് പോകാൻ പഠിക്കണം. ജീവിതം എല്ലാത്തിലും പോയിട്ട് ശണ്ടയിടാൻ പറ്റില്ല, എല്ലാത്തിലും പോയിട്ട് അവരെ അടിക്കാൻ പറ്റില്ല, എല്ലാത്തിലും പോയിട്ട് നമുക്ക് അവരോട് കയറക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു നിമിഷം നമ്മൾ തെറ്റുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് നമ്മുടെ എൻറ്റയർ ജീവിതം മാറ്റിമറിച്ചേക്കാം ഇല്ലേ. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2 ആക്ടേഴ്സിനെ ബുക്ക് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ എന്തോ സ്ത്രീകളുടെ മാറിടത്തിൽ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീരിയൽ നടനെ ഒരു സീരിയൽ ഇതിൽ എന്തോ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടിയല്ല പരാതി പറഞ്ഞതെന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു റീല് നടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു കാണും. നോക്കൂ, ഇതിനകത്ത് 2 പക്ഷമുണ്ട്. ഒന്ന് ചിലപ്പോൾ അയാൾ അറിയാതെ മുട്ടിയതായിരിക്കും, പക്ഷേ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ ആ റീല് കണ്ടു അതുകൊണ്ട് കേട്ടോ പറയണേ. അറിയാതെ മുട്ടിയതാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് സോറി കേട്ടോ, സോറി എന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്നൊരു റിഫ്ലെക്സ്. നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? ഒരു തെറ്റ് അറിയാതെ അബദ്ധമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സോറി പറഞ്ഞിരിക്കും. നമ്മൾ വെറുതെ ഒരാളെ ഒന്ന് ചവിട്ടിയാൽ മതിയല്ലോ, നമ്മൾ സോറി കേട്ടോ ഇങ്ങനെ കാണിക്കില്ലേ? സാധാരണ രീതിയിൽ നല്ല പൗരന്മാർ അങ്ങനെ കാണിക്കും. അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ തട്ടിയിട്ട് അയാൾ പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് മനസ്സിലായോ അതറിയില്ല. ഇനിയിപ്പം ആ സീനിൻ്റെ ഇതിനകത്തൊരു ശ്രദ്ധിച്ചില്ലയോ. പക്ഷേ ഈ മനുഷ്യൻ തട്ടിയിട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നിന്നിട്ടൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായി അയാൾ സോറി പറഞ്ഞല്ലോ, അറിയാതെയല്ലേ എന്ന് നമ്മൾ വിചാരിക്കാം. ശരിയല്ലേ? ദാറ്റ് മീൻസ് ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തട്ടിയിട്ട് സോറി പറയുന്നത് അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ ടെൽ യു ഹൗ. ഇപ്പോൾ അയാൾ കുറച്ച് നേരമായിട്ട് നോക്കി നിൽക്കുന്നു, ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അത് അറിയാതെയാണെന്ന് മനസ്സിലാവണം. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് അറിഞ്ഞുകൊണ്ടാണെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലാണ്, നമ്മളുടെ വിവേചന ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ. വിവേചന ശക്തിയോടുകൂടിയും വിവേചന ബുദ്ധിയോടും കൂടിയും ഈ 2024 നടന്നതെല്ലാം പാസ്റ്റ് എന്ന് വെച്ചിട്ട് അത് അടുത്ത 2025 നമ്മളുടെ വിജ്ഞാനത്തിന് ഉതകുന്ന ചവിട്ടുപടികളായി മാറട്ടെ അല്ലേ. നമുക്ക് അറിയാതെയോ അറിഞ്ഞോ പറ്റിയ അബദ്ധങ്ങളും അല്ലെങ്കിൽ തോൽവികളും ഒക്കെ നമുക്ക് അടുത്ത വർഷം എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തിന് കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ആ കലണ്ടർ മറിയുമ്പോൾ എന്ന് ഞാൻ പറയുന്നു. എല്ലാ ദിവസവും ഒരേപോലെയാണെന്നുണ്ടെങ്കിലും ഓരോ കലണ്ടർ മറിയുമ്പോഴും 12 മാസം അങ്ങോട്ട് മാറുകയല്ലേ. സണ്ണിൻ്റെ ഒരു കറക്കം കഴിഞ്ഞില്ലേ ഇല്ലേ? സണ്ണിന് ചുറ്റുമുള്ള ഭൂമിയുടെ ഒരു കറക്കം കഴിഞ്ഞില്ലേ? എന്നാലോചിച്ച് നോക്ക്, നമ്മൾ ചുറ്റി വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ ചുറ്റി കറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷമാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും എല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ബുക്ക് എടുക്കുക, എഴുതി തുടങ്ങുക, നന്മകളെ പറ്റിയും ഞങ്ങൾ ചെയ്ത തിന്മകളെ പറ്റി എഴുതുക. എന്നിട്ട് നിങ്ങൾക്കായിട്ടൊരു സ്പേസ്, അതെന്ത് സ്പേസ് ആയിരിക്കണം? ഒരുപാട് പണമില്ലാത്തവരാണെങ്കിൽ ഒരു പെട്ടിയെങ്കിലും വാങ്ങിച്ചു വെക്കുക. നല്ല നല്ല ഭംഗിയുള്ള ട്രങ്ക് ബോക്സസ് ഒക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ചെറിയ ഒരു പെട്ടി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങൾ കടലാസ് ചുരുളുകളായിട്ട് എഴുതി വെക്കൂ. ഓരോ മാസത്തെയും അല്ലെങ്കിൽ അതിലെങ്ങനെ ഇടൂ,
എന്നിട്ട് അടുത്ത വർഷം ഈ സമയത്ത് നമുക്കത് തുറന്നു വായിക്കാം കേട്ടോ. ഞാനങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ജേർണലിൽ. എൻ്റെ തുറന്ന പുസ്തകമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാരണം എൻ്റേത് വായിക്കാനായിട്ട് മലയാളം വായിക്കാൻ എൻ്റെ ഹസ്ബൻഡിന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ആരെയും കാണിക്കണമെന്നില്ല, കാരണം പലതും നിങ്ങളുടെ സ്വകാര്യങ്ങളായിരിക്കാം. ആ സ്വകാര്യങ്ങൾ എല്ലാവരെയും കാണിക്കണമെന്നില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് വ്യാകുലതകളും വ്യഥകളും എല്ലാം എഴുതി അങ്ങ് കളയുക കേട്ടോ. അത് ഒരു തരം ടെക്നിക്കാണ്, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ടു ഹീൽ യുവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് ഹീൽ ചെയ്യുക. നമ്മൾ ചെയ്ത നന്മകൾക്ക് നമ്മൾ തന്നെ മിടുക്കി എന്ന് നമ്മൾ തന്നെ ഒന്ന് നമ്മളിങ്ങനെ പാറ്റ് ചെയ്യാം അല്ലേ. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ, നാളെയും കൂടി അല്ലേ 31 ആവില്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു, ഏതോ ബുക്സിനെ പറ്റി പറഞ്ഞു. ബുക്കുകൾ വായിക്കാൻ തുടങ്ങുക കേട്ടോ, നമ്മൾ ഡെവലപ്ഡ് ആകും. എനിക്ക് ഒരു എന്താ പറയുക, ഒരു ധൈര്യം ഉണ്ട് സംസാരിക്കാനായിട്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ അല്ലേ? അത് പുസ്തകങ്ങളിലൂടെ വന്നതാണ്. പുസ്തകങ്ങളാണ് അതിനകത്ത് പല ജീവിതങ്ങളും നേർക്കാഴ്ചകളും നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ നല്ലതേത് ചീത്ത ഏതെന്ന് നമുക്ക് വേർതിരിച്ച് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ബുക്ക് വാങ്ങിയ ആൾക്കാർക്കെല്ലാം നന്ദി കേട്ടോ. ആരൊക്കെ വാങ്ങിച്ചു എന്ന് എനിക്കറിയില്ല. ആമസോൺ ഇന്നിലുണ്ട്, അത് amazon.in എൻ്റെ പേര് ആഗ അരവിന്ദ് എന്ന് അടിച്ചാലും വരും, അല്ലെങ്കിൽ എൻ്റെ ബുക്കിൻ്റെ പേരായിട്ടുള്ള മൈ ആഞ്ചലീന എ ബ്രിറ്റ് ഓർ ആൻ ഇന്ത്യൻ എന്നടിച്ചാലും വരും കേട്ടോ. മൈ ആഞ്ചലീന എ ബ്രിറ്റ് ഓർ ആൻ ഇന്ത്യൻ. 230 രൂപയാണ് ബുക്കിൻ്റെ വില. അത് 280 ആകും തോന്നുന്നു, കാരണം 50 ആമസോൺ ഡെലിവറി ചാർജസ് ആണ്. അപ്പോൾ ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല ഒരു എന്താ പറയുക ചിന്തകൾ കേട്ടോ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ നന്മയുള്ള ചിന്തകളും നിങ്ങളുടെ ചെറിയ കുസൃതിതരമുള്ള ചിന്തകളും നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ചെറിയ ട്രങ്ക് പെട്ടി വാങ്ങിക്കുക. പഴയ ട്രങ്ക് പെട്ടിയൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനത്തെയൊക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ആമസോണിലൊക്കെ പോയാൽ ചെറുതൊക്കെ ഇങ്ങനത്തെ കിട്ടും, നല്ല ഭംഗിയുള്ള. അതൊക്കെ വാങ്ങിച്ച് വെച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് അലങ്കരിച്ച് ഈ പെട്ടിയും അവിടെ വെച്ച് അതിനൊരു ചെറിയ താഴിട്ട് പൂട്ടി ഇത് എൻ്റെ മനസാക്ഷിയാണെന്ന് പറഞ്ഞ് കേട്ടോ, അങ്ങനെയൊക്കെ ജീവിക്കൂ. പിന്നെ ഇവിടെ ഇന്ദു എന്ന് പറഞ്ഞിട്ട്, ഇന്ദിര ഇന്ദു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കേൾക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും കൂടി പറയുന്നു. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ മോളെ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണക്കാരല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ചെറിയ ഒരു പെട്ടിയിൽ നിങ്ങളുടെ കഥ എഴുതി വെക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി വെക്കൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതി വെക്കൂ എന്നൊക്കെ പറയുന്നത് കോമൺ ആൾക്കാർക്ക്, സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമല്ലേ. അതിനകത്ത് ഇപ്പോൾ കൂടുതൽ പണമുള്ളവർക്ക് ഈ ടിപ്പ്, കൂടുതൽ പണമില്ലാത്തവർക്ക് ഈ ടിപ്പ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എവ്രിവൺ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഈ മണി മാഗ്നറ്റും മണി ടിപ്സൊക്കെ ഞാൻ പറയുന്നില്ലേ, അത് എല്ലാവരും യൂസ് ചെയ്യണം. പിന്നെ ഇന്നത്തെ ടേക്ക് അവേ ആയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം നാളെ മുതൽ കേട്ടോ. നാളെ 31 ആണല്ലോ, നാളെ മുതൽ തുടങ്ങിക്കോളൂ, 1-ാം തീയതി മുതലാണെങ്കിലും തുടങ്ങിക്കോളൂ. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. നിങ്ങളിപ്പോൾ അന്നൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ ചീര മേടിക്കുമ്പോഴും ഒന്നും നമ്മൾ ബേരം പേശിക്കൂടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ബാർഗെയിൻ ചെയ്യരുതെന്ന്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ പറയും ഓട്ടോറിക്ഷക്കാരൊക്കെ കഴുത്തറപ്പന്മാരാണ് ചേച്ചി എന്ന് പറയും. എന്നാലും ഇപ്പോൾ ഒരു 185 രൂപയുടെ ഓട്ടം ഓടിയെന്ന് വിചാരിക്കും നിങ്ങൾ, 200 രൂപ കൊടുത്തോളൂ, 15 രൂപ തിരിച്ച് വാങ്ങിക്കരുത് കേട്ടോ. ആ ചേഞ്ച് എന്ന് പറയണ പൈസയില്ലേ, അത് തിരിച്ച് വാങ്ങിക്കരുത്, അത് വെച്ചോളൂ എന്ന് പറയണം കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും ഓട്ടോ പിടിക്കാനുള്ള കാശ് ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾ ഓട്ടോയിലേക്ക് കയറണേ. ഇതൊരു കോമൺ മാൻ ട്രിപ്പാണ്. നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം വല്ല ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ ഇങ്ങനെ കയറുമ്പോൾ 85 രൂപയാണെങ്കിൽ ആ ചേഞ്ച് വരുന്നില്ലേ, ആ 15 രൂപ 100 രൂപ കൊടുത്തിട്ട് അല്ലേ അത് വെച്ചോളൂ, അങ്ങനെ പറയണം കേട്ടോ. അത് ദാറ്റ് വിൽ മേക്ക് ദ മണി റിസീവിങ് ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകും. സാരില്ല, ചേഞ്ച് വെച്ചോളൂ. ആ ഓട്ടോക്കാരന് ഒഫെൻസീവായിട്ട് തോന്നാത്ത രീതിയിൽ പറയണോട് വെച്ചോളൂ ചേട്ടാ, കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോണം കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ വർഷം മുഴുവനും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നായിരുന്നു, ഞാനും അത് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ദാറ്റ് ഗീവ്സ് ഹാപ്പിനെസ്. നമ്മുടെ പേഴ്സണലിരിക്കുന്ന ആ എനർജി ഉണ്ടല്ലോ, പൈസ എന്ന് പറയുന്ന എനർജി, അതൊരു എനർജി തന്നെയാണ്. ആ എനർജി നല്ലതായിരിക്കണം, അപ്പോഴാണ് നമ്മളിലേക്ക് വരുള്ളൂ. നമ്മളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പോവോ? ഇല്ലല്ലോ. പൈസയെ നമ്മളെപ്പോഴും ഒറ്റ പൈസയില്ല കയ്യിൽ, ഇത് എന്താ ഇതിങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വരില്ല തിരിച്ച്. അതുകൊണ്ട് നിങ്ങൾ പൈസയെ സ്നേഹിക്കാൻ പഠിക്കൂ, പൈസയെ ബ്ലെസ് ചെയ്യാൻ പഠിക്കൂ, അരിഗാത്തോ മണി എന്ന് പറയാൻ പഠിക്കൂ.
അരികാത്തോ മണി എന്ന് പറഞ്ഞാൽ താങ്ക് യു മണി എന്നാണ്, ജാപ്പനീസ് വേർഡാണ് അരികാത്തോ. സോ ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഞാൻ ഇന്ന് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. സോ ദ ടേക്ക് അവേ ഈസ് സ്മൈൽ. ഈ 2024 പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാം. എന്നിട്ട് 1-ാം തീയതി രാവിലെ കണ്ണാടി നോക്കി ഒന്നുകൂടി പുഞ്ചിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഇഷ്ടമാകുന്നുണ്ടെന്ന് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇഷ്ടമാകുന്നുണ്ട് ചേച്ചി എന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നമസ്കാരം, സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നവർക്കും നമസ്കാരം. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ദൈവം രക്ഷിക്കട്ടെ, യൂണിവേഴ്സ് അബൻഡൻസിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അത് പറയണമല്ലോ, ഇപ്പോൾ ഈ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു.